പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 29 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത്. ഈ അനർത്ഥങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് ആ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന്, ശ്രേഷ്ഠമായി നടത്തുന്ന ദൈവത്തിന് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം അപ്പ. അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 99-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നത്: യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. കർത്താവ് കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്ക് മീതെ ഉന്നതനുമാകുന്നു. കർത്താവ് പരിശുദ്ധൻ എന്നിങ്ങനെ അവർ കർത്താവിൻ്റെ മഹത്വം ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. ഈ പ്രഭാതി നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കും അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാം. കെരൂബുകളുടെ മീതെ വാസം ചെയ്യുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവിന് ഈ പ്രഭാതി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കാം. അവൻ എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് കൈകളെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം 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 അപ്പ. അങ്ങ് നല്ലവനും വിശ്വസ്തനുമായ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അങ്ങ് സമീപസ്ഥനായ ദൈവമാകിയാൽ സ്തോത്രം. അപ്പ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അബ്രഹാമിൻ്റെ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇസഹാക്കിൻ്റെ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യാക്കോബിൻ്റെ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഓവർഫ്ലോ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഭയങ്കര പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. ഭയങ്കര സമാധാനം വ്യാപരിക്കട്ടെ. ഭയങ്കര നിറവ് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർ സ്വസ്ഥതയുള്ളവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർ ആരോഗ്യമുള്ളവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർ സമൃദ്ധിയുള്ളവരായി തീരട്ടെ. ഞങ്ങളിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കാൽമുട്ടുകൾക്ക് വേദനയായി ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മൻ 2 കാലിൻ്റെ മുട്ടുകൾക്കും വേദനയായിട്ട് അമ്മൻ ഭാരപ്പെട്ട് നടക്കുവാൻ കഴിയുന്നില്ല, കാല് മടക്കുവാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാർട്ടിലേജിൻ്റെ പ്രശ്നത്താൽ ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മൻ സൗഖ്യമാകട്ടെ. ആ കാൽമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. കാല് മടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മാറട്ടെ, നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മാറട്ടെ, ഇരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടുകളുടെ മേൽ ദൈവശക്തിയെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. അത്ഭുതകരമായ സൗഖ്യം നടന്നതിന് സ്തോത്രം ചെയ്തു. അതുപോലെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നടക്കുവാൻ പ്രയാസം, കാലിൻ്റെ അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. മൂക്കിനകത്ത് അവൻ ദശ കിളിച്ചിട്ട് അവൻ ശ്വാസമെടുക്കാൻ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ആരോഗ്യം വന്നു. ആമേൻ ആമേൻ. ആരോഗ്യമുണ്ടാകട്ടെ. മുടി വട്ടം വട്ടമായി പൊഴിഞ്ഞു പോയി ആമേൻ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ആമേൻ മുടി ഇങ്ങനെ വട്ടം വട്ടം ആമേൻ പൊഴിഞ്ഞു പോവുക, അതൊരു അലർജിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റിനെ ഞങ്ങൾ ശാസിക്കുന്നു. ആ അസ്വസ്ഥത മാറട്ടെ. പൂർണ്ണമായിട്ട് ആ മുടി മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സഭായോഗങ്ങൾ അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. കർത്താവിന് വലിയ മഹിമ കാണുവാൻ കർത്താവ് സഹായിക്കണം. ലോകവ്യാപകമായ ഒരു ഉണർവിന് ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരട്ടെ. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച്
നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിക്കാം. നാളെ മുതൽ തുടങ്ങുന്ന 4 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാസത്തിൻ്റെ അവസാന ദിവസം മുതൽ നമ്മൾ ആരംഭിക്കുകയാണല്ലോ. കർത്താവിൻ്റെ വലിയ ഫേവർ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഓവർഫ്ലോ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ കൈകളെ ഒന്ന് ഉയർത്താമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ 4 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി തീരണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഈ 4 ദിവസവും കർത്താവേ, ആമേൻ ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ നടുവിൽ വ്യാപരിക്കണം. ജനം അനുഗ്രഹിക്കപ്പെടണം. കർത്താവിൻ്റെ പുതിയ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാളെ മുതലാണ് ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുത്താൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. പ്രാർത്ഥിക്കുന്നു എങ്കിൽ അത് നിശ്ചയമായിട്ടും നന്മയ്ക്ക് കാരണമായി തീരും. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ആഹാരം മാറ്റിവെച്ച് ദൈവവചനത്തെ ഭക്ഷിച്ചുകൊണ്ട് ഈ 4 ദിവസങ്ങളിൽ ഉപവസിക്കാൻ തയ്യാറാകുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. പ്രാർത്ഥനയും ഉപവാസവും നമ്മളെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുവാനും പുതിയ ഗൈഡൻസുകൾ പ്രാപിപ്പാനും പുതിയ നിറവ് പ്രാപിപ്പാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് നാളെ മുതൽ 4 ദിവസം നാളെ മുതൽ 4 ദിവസം പ്രാർത്ഥിക്കുക. ഇന്ന് പ്രിപ്പയർ ആകുക. നാളെ വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ടാകും. കർത്താവ് അനുവദിച്ചാൽ പകൽക്കാലവും പ്രാർത്ഥനയിലായിരിക്കണം, ദൈവവചന ധ്യാനത്തിലായിരിക്കണം. ഈ ദിവസങ്ങളിൽ പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങളെങ്കിലും വായിച്ച് 2-3 പ്രാവശ്യം വായിക്കുവാനായിട്ട് തയ്യാറാകുക. അല്ലെങ്കിൽ എഫേസ്യ ലേഖനം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാം. നമുക്ക് എഫേസ്യ ലേഖനം ഈ 4 ദിവസം കണ്ടിന്യൂ ആയിട്ട് വായിക്കാം. എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് ദൈവമക്കൾക്കുള്ള ബാങ്ക് അക്കൗണ്ട് പോലെ. അതിനകത്താണ് ദൈവമക്കളുടെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഫേസ്യ ലേഖനത്തിൻ്റെ 6 അധ്യായങ്ങൾ ഈ 4 ദിവസം കൊണ്ട് 2-3 പ്രാവശ്യം വായിക്കാം. അത് നമുക്ക് കൂടുതലായിട്ട് ഗ്രഹിക്കാൻ ആഗ്രഹിക്കാം. അതുകൊണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുതേ. ഹല്ലേലൂയ. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് മറ്റൊരാളെ അനുഗ്രഹിക്കുവാൻ, സഹായിക്കുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ, എൻകറേജ് ചെയ്യുവാൻ സാഹചര്യമുള്ളപ്പോൾ അത് താമസിക്കരുത്, അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്, അത് ചെയ്യണമെന്നാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ നന്മ ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലാണ് അതിരിക്കുന്നത്. ഡു ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യുക. നാളത്തേക്കിന് മാറ്റിവെക്കരുത്. ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യുക. നാളത്തേക്കിന് മാറ്റിവെക്കരുത്. നമുക്ക് പല രീതിയിൽ നന്മ ചെയ്യാം. ഒന്ന്, നമുക്കൊരാളെ ഒരു കോംപ്ലിമെൻറ്റ് പറയാം. അതായത് ഒരാളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന അതും ഒരു നന്മയാണ്. അവർക്ക് ആ ആളിനെ അത് എൻകറേജ് ചെയ്യുവാൻ കാരണം കൊള്ളാം എന്ന് പറയുമ്പോൾ, വെൽ ഡൺ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ചെയ്ത് നന്നായി എന്ന് പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായി തീരും. രണ്ടാമത് നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ, ഹല്ലേലൂയ, അത് സാമ്പത്തികമായാലും അല്ല മറ്റ് ഫുഡായാലും എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഒരു അറ്റൻഷൻ ആയാലും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. ഒരുപക്ഷെ അത് അവരുടെ പ്രാർത്ഥനയുടെ മറുപടിയാകുകയും ചെയ്യും. അതുപോലെ 3-ാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മൾ നന്മ ചെയ്യാൻ താമസിപ്പിക്കരുത്. അത് ഒരു പക്ഷേ ചിലരുടെ ഡെസ്റ്റിനിയെ തകർത്ത് കളയും. നമുക്ക് ദൈവം ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ നന്മ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും അവരുടെ ജീവിതത്തിൽ നല്ലതായിത്തീരുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നന്മ ചെയ്യുന്നതിൽ ഒരു കാരണവശാലും എന്നാ ചെയ്യണല്ലേ താമസം വിചാരിക്കരുത്. ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ അയാളുടെ മനസ്സിലിങ്ങനെ ഒരാളുടെ വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു വലിയ ആഗ്രഹമുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക, ഒരാളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം, ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അവരുടെ സഭയിൽ തന്നെ വരുന്ന ഒരാൾ ഒരു യങ് സ്ട്രഗ്ലിംഗ് ടു പേ ദ കോളേജ് ഫീസ് പേ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച ചർച്ച വന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഈ വ്യക്തി ആ ആളിനെ സഹായിച്ചു. അപ്പോൾ ആ ആഴ്ച സഹായം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. അപ്പം ഈ ബിസിനസ്സുകാരൻ ആ വിദ്യാർത്ഥിയെ സഹായിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ വിദ്യാർത്ഥി പറഞ്ഞതാ, ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് എനിക്ക് വേണ്ടി ആരെയെങ്കിലും കർത്താവ് അയക്കണം, ഇല്ലെങ്കിൽ നാളെ തിങ്കളാഴ്ച രാവിലെ എനിക്ക് കോളേജിൽ പോകാൻ കഴിയത്തില്ല.
പക്ഷേ ദൈവം എന്ത് ചെയ്തു? തക്ക സമയത്ത് ഒരാളെ ഒരുക്കി. ഇതുപോലെ നമ്മളെയും കർത്താവ് പ്രേരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവർക്ക് ആമേൻ ഒരു കൈത്താങ്ങ് കൊടുക്കുവാൻ, മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ട് താങ്ങുവാൻ, ഒന്ന് എൻകറേജ് ചെയ്യുവാൻ ഒക്കെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മുടക്കി കളയരുത്. ചെയ്യേണ്ടത് തക്ക സമയത്ത് ചെയ്താൽ അത് ഏറ്റവും അനുഗ്രഹമായി മാറും. ഒരു ചെറിയ അനുസരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മിറക്കിളായി മാറുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കുക. ആരെങ്കിലും ഒന്ന് സഹായിക്കുക, ആരെങ്കിലും ഒന്ന് വാക്കുകൊണ്ട് താങ്ങുക, ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തൊന്ന് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്, നിങ്ങൾ ഒരിക്കലും അതെന്നോടല്ല എന്ന് തോന്നാതെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമ്പോൾ ചെയ്യാതിരിക്കരുത്. ചെയ്തെങ്കിൽ അത് നന്മയായി മാറുക തന്നെ ചെയ്യും. ആമേൻ. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നു ആ വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു പക്ഷേ അവരുടെ ഫ്രിഡ്ജ് എംപ്റ്റി ആയിരിക്കും, അവരുടെ അരിയുടെ പാത്രത്തിനകത്ത് അരി തീർന്നിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ ദൈവം പ്രേരണ തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് ഡിലേ ചെയ്യല്ലേ. തക്ക സമയത്ത് അതങ്ങ് ചെയ്തേക്കണം. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇന്ന് കൊടുക്കുക. ഗീവ് സംതിങ് ടുഡേ. എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഇന്ന് കേട്ടതല്ലേ, ഈ മെസ്സേജ് കേട്ടതല്ലേ, ഒന്നുമല്ലേ ഒരാളെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കേട്ടുന്ന ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങളെ വേദനിപ്പിച്ച ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലേക്ക് ഒരു സമാധാനത്തിൻ്റെ വാക്ക് പറ. അവർക്ക് അതൊരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാകാം, അവരെ ഒന്ന് എൻകറേജ് ചെയ്യും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യും. കൂടെ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ. കർത്താവ് സഹായിക്കുന്നവനാണ്, നമ്മളും സഹായിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാഹചര്യമുള്ളപ്പോൾ ചെയ്യാതിരിക്കരുത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് സാഹചര്യമുള്ളപ്പോൾ, ഇന്നാണ് സാഹചര്യമെങ്കിൽ ഇന്ന് കയ്യിൽ സാഹചര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ സഹായിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അവൻ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.